എടാ ആ നാടറിയാലോ, അവിടെ കല്യാണം നടത്തുന്നതിനെ അടി നടത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സദ്യയുടെ ഇടയിൽ വല്ല പായസോ പപ്പടം ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ 1 or 2 നീ കൊടുത്തോ. ആ അപ്പൊ എല്ലാം പറഞ്ഞല്ലേ. ആ ശരി. ഓ സാറേ പ്രതാപ് വർമ്മ സാർ. ആ ഹലോ. മനസ്സിലായില്ലേ ചേട്ടാ, നമ്മളെ ക്ലാര വക്കീലിനെ കാണാൻ വേണ്ടി വന്നതാ. ഓ ഡിവോഴ്സിന്റെ കേസാണ് ഈ ക്ലാര തന്നെ ആയിരിക്കും ബെസ്റ്റ്. പക്ഷെ അതല്ല പ്രശ്നം. എന്തുപറ്റി? ക്ലാര കേസ് എടുക്കില്ലെന്ന് പറഞ്ഞു. അളിയ കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. സാറിന്റെ മകന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ക്ലാര വക്കീൽ വാദിക്കാൻ വരുന്നത്. ഓ ക്ലാരയെ സ്വാധീനിക്കാനാണ് പ്ലാനെങ്കിൽ അത് നടക്കില്ല. പിന്നെ അതല്ല, ക്ലാരയെ ഭീഷണിപ്പെടുത്തി കാര്യം നടത്താനാണ് പരിപാടിയെങ്കിൽ ഭർത്താവായ എനിക്ക് ഇവിടെ സംഭവം അതൊന്നും അല്ലെന്ന്. സാറിന്റെ മകനെന്ന് പറഞ്ഞ ഒരു കൊച്ചു പയ്യൻ, 26 വയസ്സേ ഉള്ളൂ. ക്ലാര വക്കീലാണ് ഈ കേസ് വാദിക്കുന്നെങ്കിൽ 26ാമത്തെ വയസ്സിൽ ആ ചെറുക്കൻ ഗാർഹിക പീഡനത്തിനകത്ത് പോളിയ. ഗാർഹിക പീഡനം? ഓ അത്ര വലിയ പീഡനമൊന്നുമല്ല. എൻ്റെ മകൻ അവൻ്റെ ഭാര്യയും ചെറുതായിട്ടും തല്ലി, അത്രേ ഉള്ളൂ. തല്ലിയോ? അത്ര വലിയ അടിയൊന്നും അല്ലടാ. അടി എന്ന് പറയണ്ട, അങ്ങനെ ഒരു അടി. പക്ഷെ സാറിന് നീ കണ്ടുപിടി, എല്ലാ മാതാപിതാക്കളെ കണക്കാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും എന്തെങ്കിലും വഴക്കങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ അപ്പോഴാ മാതാപിതാക്കളോട് പറയും ഡിവോഴ്സിന് കൊടുക്കരുതെന്ന്. പക്ഷെ സാർ അങ്ങനെയല്ല. ആ മുഖത്തോട്ട് നീ നോക്കടാ. ഈ പ്രശ്നം നടന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞ് ഡിവോഴ്സിന് സാറ് തയ്യാറാണെന്ന്. അത് മാത്രമല്ല, ഈ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരമായിട്ട് നല്ലൊരു തുകയും സാർ അങ്ങോട്ട് കൊടുക്കൂല സാറേ? അതാണ് എന്റെ പൊന്നു സാറേ, ഇതൊന്നും നടക്കൂല എന്നുള്ള കാര്യം ഇതിന് നന്നായിട്ട് അറിയാം. അളിയ സാറ് പറയണത് എന്താണെന്ന് മനസ്സിലായ? ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ചെക്കൻ്റെ വേറൊരു കല്യാണം ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, അതും കല്യാണം ഗ്രാൻഡ് ആയിട്ടാണ് അളിയ. മന്ത്രിമാര്, സിനിമാ നടന്മാര്, രാഷ്ട്രീയത്തിലുള്ള എല്ലാ ആൾക്കാരും, ഒരു സെലിബ്രിറ്റി, ഒരു ഗ്രാൻഡ് കല്യാണമായിരിക്കും. ആ ഗ്രാൻഡ് ഇവന്റ് നടത്തുന്നത് സേതുവിന്റെ കമ്പനി ആണെങ്കിലോ? അതാ അളിയ, ഇത് സിമ്പിൾ കേസ് അളിയ. നമ്മൾ ഈ കേസിന്റെ ഫയലിൽ നിന്നും ആ ഹാർഗിക പീഡനം നമ്മൾ അങ്ങ് വെട്ടിമാറ്റുന്നു. പിന്നെ നമ്മൾ ചെറിയൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആയിട്ട് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തലവര മാറുവളിയ. സേതു ശരിക്കും ഒന്ന് ആലോചിക്കും. രാമൻ്റെ കയ്യിൽ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി. ഓക്കെ, ഞാൻ വിളിക്കാം സാറേ, ഞാൻ വിളിക്കാം. നോക്കിപ്പോണേ സാറേ. അയ്യോ പാവം, എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. അയ്യോ, അണ്ടിപ്പരിപ്പിൽ കണ്ണാടി വെച്ചണക്ക് ഒരു ഫിഗർ. ഒന്ന് ആലോചിച്ചോ കളിയാ. അങ്ങനെ ഒരു മഹാനായ ഒരു മനുഷ്യനില്ലേ. ചെറുക്കനെ കൊണ്ട് 2ാമത് കല്യാണം കഴിപ്പിക്കുന്നു, ഡിവോഴ്സായ പെണ്ണിന് നഷ്ടപരിഹാരം കൊടുക്കുന്നു. ലോകത്ത് ആര് ചെയ്യുവളിയാ ഇങ്ങനെ? സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ നടക്കില്ല. നടക്കാൻ പറ്റാത്തത് പുള്ളി പറഞ്ഞത് നീ കേട്ടതല്ലേ അളിയാ? നീ ഇങ്ങനെ ഒരു വീട്ടിന്റെ പുറകിൽ ഒരു കോഴിക്കട കണക്ക് ഒരു ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇരുന്നു. എന്റെ അളിയാ, പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടില്ലേ, ഈ കല്യാണം നമുക്ക് നടന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. നീ സിംഗപ്പൂർ കണ്ടിട്ടുണ്ടാ? പാരീസ് കണ്ടിട്ടുണ്ടാ? ലണ്ടൻ കണ്ടിട്ടുണ്ടാ? ഈ കല്യാണം നടക്കുകയാണെങ്കിൽ അളിയാ, നമുക്ക് ഈ സ്ഥലങ്ങളിലെല്ലാം പോവാളിയാ, നമുക്ക് അടിച്ചു പൊളിക്കുകയാളിയാ. ഇങ്ങനെ എവിടെയൊക്കെ ബിസിനസ് ഉണ്ടെന്ന് നിനക്കറിയോ? ഈ അടുത്ത കാലത്ത് ഈജിപ്തിൽ പോയി മമ്മിക്ക് വരെ അങ്ങനെ വില പറഞ്ഞറിയാവോ? എന്തിന്? പണത്തിന്റെ കുന്തളിപ്പ്. അതാണ് ഇവിടുത്തെ വിഷയം. അളിയാ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. MG റോഡിന്റെ സൈഡിൽ സേതൂസ്, എങ്ങനെ സേതൂസ് ഹാപ്പി വെഡിങ് പ്ലാനർ, ഒരു 2 നില കെട്ടിടം, 10-25 സ്റ്റാഫ്. അതിൽ സ്റ്റെല്ലേ തുറ സ്റ്റാഫ് നിന്റെ അടുത്തോട്ട് മന്ദം വന്നിട്ട് പറയും, നീ ഇത് കേട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നു, നിന്റെ BMW കാറ് തുറക്കുന്നു, നീ അതിനകത്തോട്ട് കയറുന്നു. അളിയാ, എനിക്കാണെങ്കിൽ അതിനകത്ത് കയറി ഹോൺ അടിക്കും, കൊതിയാവുന്നില്ല. നീ ആലോചിച്ച് നോക്കിയാ. അളിയാ, നമ്മുടെ ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാ? അളിയൊക്കെ ഒന്നാണ് എന്റെ അച്ഛൻ ഓരോരുത്തർ ചൂണ്ടിടുന്നു. അച്ഛോ അച്ഛോ, വരുന്നേ. അച്ഛാ, ഇതെന്താണ് പതിവില്ലാണ്ട് ചൂണ്ടൊക്കെ ആയിട്ട്? നിങ്ങൾ കള്ളു കുടിക്കാൻ വന്നാണെങ്കിലേ എനിക്ക് 1 2 വേണം. എന്റെ പെണ്ണച്ചാ, ഞങ്ങളിവിടെ കള്ളു കുടിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. എന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം, അത്രേ ഉള്ളൂ. എന്താന്ന് വെച്ചാ പറയടാ, ഞാൻ പരിഹരിക്കാൻ വന്നു. ഓ വേണ്ട, ഇവിടെ കാര്യം എന്താന്ന് വെച്ചാ പറയാനാ. അച്ഛൻ അമ്മയായിട്ട് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നം വീട്ടിലുണ്ടല്ലോ, അത് ആദ്യം തീർക്ക്. അത് ഞാൻ പരിഹരിച്ചോളാം. എടാ, എൻ്റെ ഇത്രയും കാലത്തെ ജീവിത അനുഭവം വെച്ച് നിനക്കത് പ്രയോജനം ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. നീ അച്ഛനോട് കാര്യം പറ, ചിലപ്പോൾ അച്ഛൻ നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല. ഓ, ഞാനിവിടെ സേതൂസ് വെഡിങ് പ്ലാൻ നടത്തുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇല്ല എടാ, തിന്ന ചെല്ലിൻ്റെ ഇടയ്ക്ക് ഇരുന്നല്ലയോ നീ? ഗൾഫിലെ നല്ലൊരു ജോലി കളയിച്ച് ഇവിടെ വന്നേച്ച് ഉടായിപ്പ് പരിപാടിയും കാണിച്ച് കിടക്കല്ലേ നീ? അല്ലയോ?
ഈ പരിഹാസം മാറാൻ വേണ്ടി എന്റെ മുമ്പിൽ നല്ലൊരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് ശരി. അപ്പൊ നീ ഇതെല്ലാം കൂടെ പൂട്ടി കെട്ടിച്ച് വീണ്ടും ഗൾഫിൽ പോകാൻ പോവാന്നോ? നീ കൂടെ അവന്റെ കൂടെ പോ. അവിടെ ചെന്ന് എങ്ങനെങ്കിലും എന്താണോ നോക്ക്, വായി നോക്കി അടക്കാതെ. ഇല്ല അച്ഛാ, എന്റെ അച്ഛനെയും അമ്മയും ക്ലാരയും നിന്നെയും എന്റെ മോളെയൊക്കെ വിട്ടു പിരിഞ്ഞ് ആ മരുഭൂമിയിൽ പോയി കിടക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അച്ഛാ. എടാ, പണിയെടുക്കാൻ വയ്യാത്തവരുടെയൊക്കെ സ്ഥിരം പറച്ചിലായത്. വേല കൈയിരിക്കട്ടെ കേട്ടോ. അച്ഛാ, ഞാൻ പറയുന്ന കാര്യം അച്ഛൻ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. അത് ശരി. അപ്പോ ക്ലാരെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഗാർഹിക പീഡനം എടുത്തു മാറ്റണം. അത്രയല്ലേ ഉള്ളു? അത്രേ ഉള്ളൂ. അപ്പൊ അച്ഛന് കാര്യം മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പക്ഷെ നടക്കത്തില്ല. അന്ന് നടക്കാത്ത നിന്റെ ഭാര്യയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. അതൊന്നും അവിടെ ചെയ്യത്തില്ല. യവൻ പറയുന്നത് കേട്ട് ക്ലാരയോട് നീ പോയി സംസാരിക്കരുത്. നിന്നെ പിടിച്ചവള് പ്രതിയാക്കും. അച്ഛാ, ഇതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഈ ഡിവോഴ്സ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ജീവിക്കാനുള്ള വകയൊക്കെ വർമ്മ സാർ ചെയ്തു കൊടുക്കും. അങ്ങനാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നീ പറഞ്ഞ പ്രതാപൻ നിന്നെ കിഡ്നാപ്പ് ചെയ്തു. നിങ്ങളുടെ വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ. എന്നാ പറയുന്നത് മൊത്തം കേൾക്കണ. പ്രതാപൻ യവനെ കിഡ്നാപ്പ് ചെയ്തു. യവന്റെ ഫോണിലൂടെ ശബ്ദം മാറ്റി നമ്മൾ ക്ലാരയെ വിളിക്കുന്നു. ഫസ്റ്റ് അതെന്തിനാ എന്റെ മൊബൈലിൽ നിന്ന് വിളിക്കണത്? നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രതാപന്റെ ഫോൺ നമ്മുടെ ഇല്ലല്ലോ. രണ്ട്, യവന്റെ ഫോണിലൂടെ വിളിച്ചാലേ യവൻ പ്രതാപന്റെ കസ്റ്റഡിയിലാണെന്ന് ക്ലാര വിശ്വസിക്കും. അച്ഛൻ തിങ്ക് ചെയ്തറാ. തിങ്ക് 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 സൂപ്പർ. പക്ഷെ ഈ ശബ്ദം മാറ്റി ക്ലാര ആര് വിളിക്കും? 40 വർഷത്തെ എക്സ്പീരിയൻസ്, എത്രയെത്ര കഥാപാത്രങ്ങൾ. ശബ്ദം മാറ്റി ഞാൻ വിളിക്കൂടാ. പക്ഷെ അച്ഛന്റെ സൗണ്ട് ക്ലാരക്ക് മനസ്സിലാവില്ലേ? നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ സിനിമ അഭിനയം തുടങ്ങിയതാ. എൻ്റെ ഈ പെർഫോമൻസിൽ ക്ലാര കിടുകിടാന്ന് പറയ്ക്കും. ചിലപ്പോ ഈ കേസ് തന്നെ അവള് വേണ്ടാന്ന് വിചാരിക്കും. ഞാൻ ഫോണിൽ കേട്ടേ. ലൗഡ് സ്പീക്കർ ഉണ്ടോ? നമുക്കൂടെ കേൾക്കണം. തരാം. ഹലോ, ഹലോ, ക്ലാരയില്ലേ? അപ്പൂപ്പനായിരുന്ന? അപ്പൂപ്പ അമ്മ ഇവിടെ ഇല്ല. ഫോണ് വിളിച്ചിട്ട് ഓഫീസിലോട്ട് പോയി. അല്ല, അപ്പൂപ്പൻ ഇതെവിടെയാ? അച്ഛന്റെ ഫോൺ എവിടുന്ന് കിട്ടി? മക്കളെ, അതേ അപ്പൂപ്പനും അച്ഛനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൂപ്പൻ പിന്നെ വിളിക്കാം. ഓക്കെ അപ്പൂപ്പ. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമാഭിനയത്തിന്റെ ഗുണം എനിക്ക് കാണാൻ പറ്റി. എന്തായിരുന്നു? ഹലോ, ക്ലാരയുണ്ടോ? ഈ ഒരൊറ്റ മൂളലിൽ തന്നെ 8 വയസ്സുള്ള കൊച്ചു പൊക്കി. പദ്ധതികളാവുമ്പോ ചിലപ്പോ പാളും. പക്ഷെ എന്റെ വേറെ പ്ലാൻ ഉണ്ട്. അച്ഛാ, ഈ ചൂണ്ടൊന്ന് പിടിച്ച് ആലോചിക്കും. ഈ ചൂണ്ടിട്ട് ആലോചിക്കും. അളിയാ, ഇതൊന്നും ഭീഷണിയുടെ പുറത്തൊന്നും നടപടിയാവില്ല. സ്നേഹം കൊണ്ട് മാത്രം നടക്കുള്ളൂ. എന്താ? ഇതാ ഞാൻ പറഞ്ഞ ഐഡിയ. തിരി ചൂണ്ടേട്. നീ നിന്റെ കാര്യം നോക്ക്. ചൂണ്ടേട്. പോ. നീ പറയലേ. അളിയാ, അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഈ കേസിന്റെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നുള്ള കാര്യം നമുക്കറിയണം. അത് യാതൊരു കാരണവശാലും ക്ലാര അറിയരുത്. അതിനൊരു വഴിയുണ്ടളിയാ. ഞാനൊന്ന് തിങ്ക്. അപ്പൊ എന്റെ പദ്ധതികളൊന്നും വേണ്ട. നിങ്ങളുടെ പദ്ധതികളൊക്കെ ഞാൻ ക്ലാരയോട് വിളിച്ച് പറയും. അങ്ങനെയൊന്നും അവിവേകം കാണിക്കരുത്. അച്ഛന്റെ സ്നേഹം എനിക്ക് വേണം. അച്ഛനില്ലാത്തൊരു ദൈവമുണ്ടോ? അതോ എന്നെ വേണോ? വേണം. പക്ഷെ ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില പദ്ധതികളൊക്കെ പറയും. സത്യം പറയാന്നല്ലോ, നിങ്ങളൊക്കെ ഇത്രയും തങ്കപ്പെട്ട മനുഷ്യന്മാരാന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു.
മോനെ എന്താടാ ചോദിക്കടാ, നമുക്ക് ചോദിച്ചു കുടിക്കാം. സുനിയണ്ണ, ഓ, നമ്മുടെ രാവിലെ സുനിയന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഒരു കേസിന്റെ കാര്യം. ഏത് കേസിന്റെ കാര്യം? ഞാൻ ഓ, മറ്റേ കേസിന്റെ കാര്യം. ആ, ദേ വെറും കുമാസൻ. എനിക്ക് അവിടെ ഒരു വോയിസും ഇല്ല, ഞാൻ പറയാനായിട്ട് കേൾക്കുകയില്ല ഫാദർ. റിയലി? എടാ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും രൂപയുടെ സാധനം മേടിച്ചു കൊടുത്തത്. ചുമ്മാ ഒരുത്തൊരു കാര്യം പറഞ്ഞ് എങ്ങനെ കരക്കടിപ്പിക്കാൻ വേണ്ടി എൻ്റെ കിടന്ന് ഞാൻ പറഞ്ഞിട്ടും അണ്ണാ ഇതിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അണ്ണാ? എന്തെങ്കിലും ഒരു വഴിയുണ്ട്. പറ സാറേ, തങ്കമാണ്, തനി തങ്കമാണ് എൻ്റെ ക്ലാര. നിന്റെ ക്ലാരേ? സോറി, സാറിൻ്റെ ക്ലാര, സാറിൻ്റെ മാത്രം ക്ലാര. അനിയാ, ഒരു കാര്യം പറഞ്ഞോട്ടെ, പറ. നീ ഒന്ന് ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ലടാ. പിന്നെ ഞാൻ നിന്റെ ഭാര്യ ഉണ്ടല്ലോ, എന്തായാലും അവളുടെ പേര് ക്ലാര. അവള് ക്ലാരയല്ലടാ, അവള് കാളയാണ്. കൊടുക്കല്ലേ, അത് മതി, അത്രയും കൊടുത്താൽ മതി. ഞാൻ പറയട്ടെ സേതുവേ, ക്ലാര നിന്നെ സഹായിക്കും, അത് ശരിയാ. പക്ഷെ നമുക്ക് കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടണം. അച്ഛൻ പറഞ്ഞ കാര്യം എനിക്ക് കറക്റ്റ് മനസ്സിലായി. അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ, ഗോവർദ്ധൻ, മീനൂട്ടി, നമ്മൾ ഇവരെല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് ക്ലാരയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പം ചിലപ്പോൾ ക്ലാര കേൾക്കും. അവള് ചിലപ്പോ എതിർത്താലും നമ്മളെല്ലാം കൂടെ കൂടി നിന്നുകൊണ്ട് അത് സംസാരിച്ചാൽ അവൾ തീർച്ചയായിട്ടും അത് കുടുംബക്കാർ മതി, കുറച്ച് കുടുംബക്കാരും അതാവുമ്പോ ക്ലാരക്ക് തിരിച്ച് എതിർത്തൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും തിങ്ക് ചെയ്യണം, നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യണം. അളിയാ, ഞാനപ്പോ എല്ലാരും വിളിച്ചിരുത്തി സംസാരിക്കാം. എങ്കിൽ പിന്നെ നീ ആ ക്ലാരേനെ കൂടെ വിളിക്കണം. അച്ഛാ, എന്തിനച്ഛാ ഇങ്ങനെ ഒരു പാഴ്ശ്രുതി മേറ്റ് ചെയ്യുന്നു? എടാ, ബോധം ഉണ്ടോ? ഒന്ന് തിങ്ക് ചെയ്യണം. എടാ, അച്ഛനെ വിളിച്ചൊരു കാര്യം ചോദിച്ചാൽ അച്ഛൻ്റെ അഭിപ്രായം അല്ലായിരിക്കും അമ്മയുടെ അഭിപ്രായം, അമ്മയുടെ അഭിപ്രായം അല്ലായിരിക്കും ഗോവർദ്ധൻ്റെ അഭിപ്രായം, ഗോവർദ്ധൻ്റെ അഭിപ്രായം അല്ലായിരിക്കും മീനിട്ടൂടിയ. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കാര്യത്തിന്റെ കിടപ്പോശം നമുക്ക് മനസ്സിലാവും. തിങ്ക് ചെയ്യണം, തിങ്ക് ചെയ്യണം. അനിയാ, സിമ്രട്ട് ഉണ്ടോ? സിമ്രട്ട് എനിക്ക് വേണ്ട, വേണ്ട. ഒരു പൈൻ്റെ അച്ഛനും ഒഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ അച്ഛൻ കാര്യങ്ങളെല്ലാം പറഞ്ഞാനിരുന്നു. ബുദ്ധി മൊത്തം അച്ഛൻ്റെയും കിക്ക് മൊത്തം ഇവന്. അമ്മ അടുക്കളയിൽ പാത്രം കഴിയായിരിക്കും അല്ലേ? അല്ല, അമ്മ പൂക്കളം ഇടുവല്ലേ? എടാ, നിന്നെ ഞാൻ എത്ര നാളുകൊണ്ട് കാണുന്ന, പതിവില്ലാതെ നീ എനിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കിടക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്തോ കാര്യമുണ്ടെന്ന്. എന്താന്ന് വെച്ചാ പറ. ഷെടാ, എനിക്കെന്താ ആവശ്യം? എനിക്ക് അമ്മയുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ തോന്നി, ഞാൻ വന്നു സംസാരിക്കുന്നു. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ലല്ലോ. എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ എന്നാ മോനൊരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകുക, അമ്മ ഇവിടെ നിന്ന് സംസാരിക്കാം. അയ്യോ, അങ്ങനെയല്ല, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പറയാനുണ്ട്, പറയാം. അല്ല, സ്വർണത്തിന്റെ കാര്യമാണെങ്കിലേ എന്റെ എല്ലാ സ്വർണവും നിന്റെ കയ്യിലാ, എന്റെ കയ്യിൽ ഇനി ഒന്നും ഇല്ല കേട്ടാ. എന്റെ അമ്മ എന്തൊക്കെയാണ് ഈ പറയണത്? ആരിപ്പോ സ്വർണ്ണം ചോദിച്ചു? ഞാൻ സ്വർണ്ണം വല്ലോ ചോദിച്ചാ? ഫ്രീ ആണോ? അല്ല മക്കളെ, നിന്റെ അച്ഛൻ്റെ എന്തോ കാര്യം കാണാൻ വേണ്ടി സോപ്പും കൊണ്ട് വന്നേക്കുന്നുണ്ടില്ലേ? അച്ഛനെ നിപ്പ കണ്ടിട്ടെ മിനിമം കിഡ്നി എങ്കിലും ചോദിക്കുന്ന എനിക്ക് തോന്നുന്നത്. ആടെ ഇനി നീങ്ങടെ കളിയാക്കാൻ ബാക്കിയുള്ളൂ. എന്തായാലും നീങ്ങടെ വന്ന് നന്നായി. എനിക്ക് ചില കാര്യങ്ങൾ നീ പറയടാ. ഞാൻ പറയാ. എന്താ പെട്ടെന്നൊരു സൈലൻസ്? ഓ, ഞാൻ പെട്ടെന്ന് വന്നോണ്ടായിരിക്കും പറയാൻ വന്നത് അങ്ങ് വിഴിഞ്ഞത്. അയ്യേ, എന്തൊക്കെയാണ് ഈ പറയണത്? എനിക്ക് എന്റെ അമ്മയുടെ അടുത്തൊന്ന് സംസാരിക്കാൻ തോന്നി, എന്റെ മോളുടെ അടുത്തും എനിക്കൊന്ന് സംസാരിക്കാൻ തോന്നി. അത് ഇത്ര വലിയ തെറ്റാണ്. ഓ, അപ്പൊ ഞാനിവിടെ നിങ്ങൾ മാറി തരണായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് അങ്ങ് സംസാരിക്കാൻ പറ്റുള്ളായിരിക്കും. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. പറ. എനിക്കൊന്നും പറയാനില്ല. അച്ഛനല്ലേ ഇപ്പൊ പറഞ്ഞേ എന്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പറയാനുണ്ടെന്ന്? അത് ഞാൻ പറയാം. ഓ, അപ്പൊ ഞാൻ മാറണായിരിക്കും. നിങ്ങൾ വലിയ കുടുംബക്കാർ, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ പൊക്കോളാം. എന്റെ ദൈവമേ. അമ്മേ ശ്രദ്ധിച്ചേക്ക്, മോളും ബാ. അതെ, നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഞാൻ ദുബായിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ ഓഫീസ് വിട്ട് ഞാൻ എന്റെ ജീവിതം വെറുതെ കളയണെന്ന് അല്ലേ? അവസാനം എന്റെ അച്ഛൻ ആ സത്യം മനസ്സിലാക്കിയല്ലോ. ഇത് പറയാനായിരുന്നെങ്കിൽ അമ്മയുടെ മുമ്പേ പറഞ്ഞാ പോരായിരുന്നോ? പരിഹാസം. നേരത്തെ അമ്മയുടെ പരിഹാസം, ഇപ്പതേ ബാളുടെ പരിഹാസം. അമ്മേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനെല്ലാം ഒരു ഒറ്റമൂലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ മോനെ, നീ ദുബായിലേക്ക് തിരിച്ചു പോവുക? അതല്ല അമ്മ, പിന്നെ എന്താ? എന്റെ കയ്യിൽ ഒരു വമ്പൻ സ്രാവ് വന്ന് ചാടിയിട്ടുണ്ട്. നമ്മള് അയാൾക്ക് ചെറിയൊരു ഉപകാരം ചെയ്തു കൊടുക്കണം.
അപ്പോ തിരിച്ച് എനിക്ക് അയാൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു ഗ്രാൻഡ് പരിപാടി. ഇവിടത്തെ പോലത്തെ ലട്ടിനിടക്ക് ശാന്തയുടെ ബർത്ത്ഡേ ഒന്നുമല്ല. സിനിമാ നടന്മാർ, രാഷ്ട്രീയക്കാർ, ബിസിനസ്സുകാർ, അംബാനി വരെ. എടാ ഈ സിനിമാക്കാരെന്ന് പറയുമ്പോഴേ നമ്മുടെ അച്ഛനെ പോലത്തെ സിനിമാക്കാരാണ്. അതല്ല, ഇത് സിനിമയിലുള്ള നടന്മാർ. ആ അത് മാത്രമല്ല അമ്മ മോളെ, എറണാകുളം സിറ്റിയുടെ നടുക്ക് എനിക്ക് സെൻട്രൽ ഒരു സെൻട്രലൈസ്ഡ് AC സേതുസ് വെഡിങ് പ്ലാനർ അങ്ങനെ ഒരു ഓഫീസ് കൂടെ ഇട്ടിരുന്ന. പിന്നെ ആരാ? ആ ഓഫീസിന്റെ റെന്റ് എടുക്കാത്ത കടക്കാരൻ. സത്യം മോനെ, ഇവിടെ നിന്റെ ഓഫീസാണ്, നീ റെന്റ് കൊടുക്കണ്ട. നീ ഇനി അവിടെ പോയ ഒരു ഓഫീസ് ഇട്ട് അതിന് റെന്റ് കൊടുക്കാതെ ആൾക്കാർ നിന്നെ തേരാവാരം ഓടിപ്പിക്കുന്ന കാണാനേ എന്നെ കൊണ്ട് വയ്യ. ഓ മൈ ഗോഡ്, എന്റെ അമ്മ അതിന് കാശൊന്നും കൊടുക്കണ്ടമ്മ. ആദ്യം ഞാൻ പറഞ്ഞു കേക്ക്. ആ ഞാൻ ഒരു കാര്യം പറയാം, അതുവരെ മിണ്ടരുത്. ഇല്ല. ആ ഈ പറഞ്ഞ ഗ്രാൻഡ് പരിപാടിയൊക്കെ നടത്തി തരാൻ എനിക്കൊരാൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൈസ ഒരു പ്രശ്നമേ അല്ല. പിന്നെന്താ പ്രശ്നം? അയാൾക്കൊരു കേസുണ്ട്. അതായത് അയാളുടെ മോനൊരു കേസുണ്ട്. അത് നമ്മുടെ ക്ലാരയാണ് ആ കേസ് വാദിക്കുന്നത്. അപ്പൊ ക്ലാരേനെ ഈ കേസ് ഒന്ന് പിൻവലിപ്പിക്കണം, അതാണ് നിന്റെ ആവശ്യം? നെവർ. അങ്ങനെ ഞാൻ ഒരിക്കലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്താ? അതൊന്നും അല്ല പ്രശ്നം. അതായത് ആ കേസിൽ നിന്ന് ചെറിയൊരു വാക്കൊന്ന് എടുത്തു മാറ്റണം, അത്രേ ഉള്ളൂ. ഈ ഒരു വാക്ക് മാറ്റാനാണോ അയാൾ ഇത്രയൊക്കെ അച്ഛൻ ചെയ്തു തരുന്നേ? അതെ. അത് നീ ഒരു വാക്ക് ഏതാന്നാ ചോദിച്ചേ? അതൊന്നുമില്ല, സിമ്പിൾ ഒരു വാക്ക്. എന്ത്? ഗാർഹിക പീഡനം. ഗാർഹിക പീഡനം? ഞാനൊരു പെണ്ണാ, നിനക്കുള്ളൊരു കൊച്ചും പെങ്കൊച്ച, അത് ഓർമ്മ വേണം നിനക്ക് കേട്ടോ. എന്റെ പൊന്നെ അമ്മക്കറിയോ, ഈ കേസ് പിടിക്കാനുള്ള കാര്യം തന്നെ പാവ പെങ്കൊച്ചിനെ ഓർത്തിട്ടാണ്. ആ പെങ്കൊച്ചിന്റെ ജീവിതം സെറ്റിൽ ചെയ്ത് കൊടുക്കുക സാറ്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കേ, ആ ചെറിയൊരു വാക്കെടുത്ത് മാറ്റി കഴിഞ്ഞാൽ അമ്മയും രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടും, പാവ പെൺകുട്ടിയും രക്ഷപ്പെടും. നിനക്ക് എന്നും ഈ ലെട്ടയിടക്ക് യൂട്യൂബിലെ റീൽസ് എടുത്ത് നടന്നാ മതിയാ? നിനക്ക് വലിയ ലോകം അറിയപ്പെടുന്ന വലിയൊരു വ്ളോഗറിയായി മാറണ്ടേ? അതിന് മിനിമം എടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഇത് ക്ലാരയുടെ അടുത്ത് നിന്ന് സംസാരിക്കണം. എടാ, നിനക്ക് ഉറപ്പാണോ ഈ കേസിന് ബലം കിട്ടാൻ വേണ്ടി മാത്രം എഴുതി ചേർത്ത ആ വാക്കുന്നു? പിന്നെ 110% ഉറപ്പ്. അപ്പൊ ആ പെങ്കൊച്ചിന് അവരെന്തെങ്കിലും കൊടുക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ട് കൊടുക്കും. എന്നാ ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതെല്ലാം ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കാണ്, മറക്കരുത് അമ്മേ. മോളെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ട് അച്ഛാ. മതി, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും, ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അറിയാ, ബാക്കി എല്ലാരും സെറ്റ് ആയിട്ടുണ്ട്. ഇനി സെറ്റ് ആവാൻ ബാക്കിയുള്ളത് എന്റെ അനിയൻ ഗോവർദ്ധൻ മാത്രമേ ഉള്ളൂ. ആ നീർക്കോലിന്റെ ആവശ്യമില്ല, അവനടുത്ത് എന്തിനും നമ്മൾ ചോദിക്കാൻ നിൽക്കുന്നത്? നിർത്ത്, നീ അവനെ തരം താഴ്ത്തി കളയല്ലേ കേട്ടാ. നീർക്കോല് കടിച്ചാലേ അത്താഴം മുടക്കും. അതെവിടെ പോയി? അവനെവിടെ പോവാൻ? ഇവിടെ തെക്ക് കിടക്ക് കിടപ്പുണ്ടാവും, ഊര് കണ്ടി കിടക്കണ്. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. എടാ, നീ വെളുത്ത് തുടുത്ത് സുന്ദരനല്ല. ഡെഫിനറ്റ്ലി നീ മോഡലിംഗ് ട്രൈ ചെയ്യണം. ഞാനത് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആണല്ലേ? എടാ ഗോവർദ്ധ, കാര്യമൊക്കെ എനിക്കറിയാം. എൻ്റെ ഏട്ടാ, ഈ ഏട്ടനൊരു നല്ല കാര്യം വരുമ്പോ ഞാൻ എതിർത്ത് എന്തെങ്കിലും പറയുന്നു വിചാരിക്കണ്ട. അങ്ങനെയാണ് ഏട്ടൻ എന്നെ കണ്ടാക്കണത്. മതിടാ മതി. എന്റെ മനസ്സ് മനസ്സിലാക്കി നിനക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, കൊള്ളടാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു പാല് വിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണം. മനസ്സിലായില്ല മോനെ. മനസ്സിലാക്കി തരാം. ഞാൻ ഏട്ടനൊരു സഹായം ചെയ്യുമ്പോ ഏട്ടൻ തിരിച്ച് എനിക്കൊരു സഹായം ചെയ്യണ്ടേ? അതല്ലേ മര്യാദ. അതാ മര്യാദ. തെളിച്ച് പറയാം, എനിക്ക് അനിയെ കെട്ടണം. എനിക്ക് അനിയെ കെട്ടണം. അതൊന്നും നടക്കൊന്നുമില്ല. നടക്കൂലേ? എന്നാ ഞാൻ ഇല്ല, എന്നെ വിട്ടേക്ക്. അനിയാ നീല്ലേ, നീ ഇങ്ങ് അണ്ണന്റെ അടുത്ത് വാടാ, ഞാൻ നടത്തി തരോടാ കല്യാണം. മിണ്ടരുതളിയാ, ഇതൊരു ചേട്ടൻ പൈപ്പാണ്, നീ ഇതിനെ കയറി ഇടപെടരുത്. നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് അനിയാ, നീ നല്ലതുപോലെ പഠിച്ച് ഒരു ജോലി നേടിക്കോട്ട് വാ, ആനിയെ നമ്മൾ കല്യാണം നടത്തി തരും. ഈ ചേട്ടൻ നടത്തി തരും. അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടൻ പറയട്ടെ. ആ മനസ്സ് പറയുന്നുണ്ടാ, ആ മനസ്സ് ഇവിടെ ഇരുന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം. ടിക് ടിക് കെട്ടനിയാ കെട്ടനിയാ കെട്ടനിയാന്ന്. നിന്നെ ഞങ്ങൾ കല്യാണം കഴിപ്പിക്കോടാ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാ എന്റെ ഫുൾ സപ്പോർട്ട്. ഓ ചേട്ടാ, പിന്നെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോ കണാവണ വർത്താനം പറഞ്ഞു കഴിഞ്ഞാ നീർക്കോലി ആരാന്ന് നിങ്ങൾ അറിയും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.
ദാ, നീ ഇതെന്ത് ഭാവിച്ചാണ്? ആ പെണ്ണിനുണ്ടല്ല ഇവരെ കണ്ണെടുത്താ കണ്ടൂടാ. ഇത് എന്തൊരു മണ്ടനാടാ. നിന്റെ അനിയനല്ലേ അവൻ? അവനും അതേ ബുദ്ധി കാണും. അവൻ ഇനി ഏത് ലോകത്താണ് അപ്പം പഠിച്ചൊരു ജോലിയും കിട്ടി ഇവിടെ വരണത്? ആ, അത് ശരിയാണ്. ഇവൻ പഠിച്ച് ജോലിയൊക്കെ കിട്ടി വരുമ്പോഴേക്കും ആനയുടെ പിള്ളേരെ കെട്ടിക്കാറായിട്ടുണ്ടാവും. അളിയ, ഇനിയാണ് നമ്മൾ ക്ലാരയോട് കാര്യം പറയേണ്ട സമയം. ഹായ് അച്ഛാ, ദേ ക്ലാര വന്ന്. ആദ്യമായിട്ട് കാണുന്ന പോലെ. നീ മാമേ നാളെ ക്ലാര ഓഫീസിൽ നിന്ന് വന്ന് ആ ചായ എടുത്തോണ്ട് പാടി. അതെ, കൊണ്ടുവരാം. എന്താടാ, എന്താ പരിപാടി? ഒന്നുമില്ലായിടത്ത് ചുമ്മാ. കോടതിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോടതി എവിടെ ഇരിപ്പുണ്ട്? ജഡ്ജൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ജഡ്ജ് സുഖമായിട്ടിരിക്കുന്നു. ഇങ്ങോട്ട് ഇരിക്കേ ഇരിക്കും മക്കളെ. വല്ല അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ എൻ്റെ ഫോണ്. ബിസ്ക്കറ്റ് കഴിക്ക്. മോളെ ചായ കുടിക്കണം. എനിക്ക് ഈ സ്നേഹവും സൽക്കാരമൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി കാര്യത്തിലേക്ക് അങ്ങ് വരാം. എന്താ സംബന്ധം? മക്കളെ, അതെ, സേതുവിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് കിടപ്പുണ്ട് മോളെ. ഹോ, പ്രതാപ് വർമ്മ വന്നു ഞാൻ അറിഞ്ഞു. അതെ മോളെ, ആ പെങ്കൊച്ചിന് എന്തേലും കിട്ടി അത് രക്ഷപ്പെടൂലോ. അതോടൊപ്പം നമ്മുടെ സേതുവും രക്ഷപ്പെടും. അതുകൊണ്ട് പിന്നെ ഞങ്ങള് അമ്മ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഇതിപ്പോ എല്ലാവർക്കും ഒരേ കാര്യത്തിലാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ശരി, ഞാൻ എന്ത് വേണം പറ. ക്ലാര, അതായത് ഈ കേസിൽ ഗാർഹിക പീഡനം എന്നുള്ള വാക്കൊന്ന് മാറ്റണം. അതായത് രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് ആക്കി തരണം. ഇതാണ് ശരി, ഞാൻ അങ്ങനെ ചെയ്തു എന്നിരിക്കട്ടെ. സേതുവിന് എന്താണ് ഗുണം? സേതുന നമ്മക്കല്ലേ ഗുണം. ഓ, അങ്ങനെയാണ്. എന്നാ ഒരു കാര്യം ചെയ്യും, പ്രതാപ് വർമ്മയോടും മകനോടും വരാൻ പറ. ഞാൻ എന്റെ കക്ഷികളോടും വരാൻ പറയാം. എന്നിട്ട് അവര് തമ്മിൽ സംസാരിച്ച് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഓക്കെ, അത് ഇത് പറയാനായിരുന്നു ഈ ചായയും ബിസ്ക്കറ്റും ഒക്കെ. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് വിളിക്കാം. ശരി എന്നാ കേട്ടോ. സാർ, കുടിക്കാൻ എന്തെങ്കിലും? ഓ വേണ്ട വേണ്ട, നോ താങ്ക്സ്. സാറേ, പിന്നെ ക്ലാര വക്കീലിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം സാറിനറിയാലോ, ക്ലാര വക്കീൽ എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ലോയറാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയ സ്ഥിതിക്ക് നമ്മളെ രണ്ടുപേരെയും കാണേണ്ട രീതിയിൽ കാണുമെന്ന് നമുക്കറിയാലോ. ഇപ്പം എന്തായാലും രണ്ടു കൂട്ടരും വന്ന സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങളൊന്ന് സംസാരിച്ച് തുടങ്ങാം. സ്നേഹം, അത് മാറ്റിക്കാം. മിസ്റ്റർ പ്രതാപ് വർമ്മ, ഇതാണോ നിങ്ങളുടെ മകൻ അടിച്ച ചെറിയ അടി? നിങ്ങളുടെ മകനെ തിളച്ച ചായ വെച്ച് പൊള്ളിയ മാർക്ക് വരെ ആ കൊച്ചിന്റെ ദേഹത്തുണ്ട്. നിങ്ങൾ ഈ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, വേറെ എന്തൊക്കെ മാർക്കുകളാ ഉള്ളതെന്നുള്ളത്. ഈ കൊച്ച് എത്ര ക്രൂരത സഹിച്ചിട്ടുണ്ടാവും ആ വീട്ടില്. ഇതെല്ലാം മറന്ന് ഞാനൊരു മ്യൂച്വൽ ഡിവോഴ്സ് കൊടുക്കണോ ചെയ്തു? മ്യൂച്വലാ? ഇവന്റെ പേരിൽ കൊലക്കുറ്റത്തിനുള്ള കേസ് കൊണ്ട് ചാർജ് ചെയ്യണം. കൂട്ടത്തിലെ ഇയാളെ പൊക്കിക്കോ. ക്ലാര, നീ ഇവർക്കൊരു എന്ത് കേസാന്ന് വെച്ചാൽ നീ ചാർജ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. സേതു, ഞാൻ പറഞ്ഞ ഓഫർ നീ മറക്കണ്ട. ഓഫറാ? എന്ത് ഓഫർ? എഴുന്നേക്കണോ? തന്റെ ഓഫർ തന്റെ മോന്റെ അണ്ണാക്കിക്കൊണ്ട് കുത്തിക്കേറ്റാൻ നോക്ക്. വേഷം കേട്ടോ. എഴുന്നേക്കണോ? എഴുന്നേക്കാൻ. പ്രതാപവർമ്മ എഴുന്നേക്കണോ? ആറോ ഒരു പ്രതാപമില്ല. ഇപ്പൊ പ്രതാപമില്ലാത്ത വർണ്ണം കൊണ്ട് പോയിക്കോടാ. അച്ഛനും കാണിച്ചേരടാ പ്രതാപ് വർമ്മ, നിനക്ക് അറിയില്ല. എല്ലാത്തിനും വെച്ച് കാണിച്ചേരടാ. നീ ഓരോ ഉണ്ടാക്കും. എറിപ്പോടാ, കൈവെക്കാൻ വന്നേക്കുന്നു. മോളെ, സോറി ക്ലാര, എനിക്ക് ഈ പെങ്കൊച്ചിന്റെ കണ്ണീര് വെച്ച് പൈസ ഒന്നും എനിക്ക് ഉണ്ടാക്കണ്ട. സോറി. രാമാനുജ,